വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. കോഡിംഗ് ഡീകോഡിങ്ങിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോഡിംഗ് ബേസ്ഡ് ഓൺ കണ്ടീഷൻസ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. എന്താണ്, അധികം പ്രീലിംസിൽ അങ്ങനെ കാണാറില്ല, പക്ഷേ മെയിൻസിൽ അധികം ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടി ഹൈ ലെവലുള്ള ക്വസ്റ്റ്യൻസ് മെയിൻസിൽ ഉണ്ടാവാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മളെന്താണ് പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇപ്പം എന്താണ് കുറച്ച് ബേസിക് ലെവലായിട്ടുള്ള കോഡിംഗ് ബേസ്ഡ് ഓൺ കണ്ടീഷൻസ് രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇതാണ്, രണ്ടാമത്തെ സെറ്റ് ഇതാണ്. എന്താണ്, ഇവിടെ 3 കണ്ടീഷൻ തന്നിട്ടുണ്ട്, ഇവിടെ 2 കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്താണ്, ഇപ്പോൾ ഡയറക്ഷൻസ് വായിക്കുകയാണെങ്കിൽ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ ഗിവൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആർ ടു ബി കോഡഡ് ബേസ്ഡ് ഓൺ ദ codes and the condition given below. എന്താണ് പറഞ്ഞത്, എന്താണ് ഒരു നമ്പർ തന്നിട്ടുണ്ടാവും, മനസ്സിലാവുന്നുണ്ടോ? ഒരു നമ്പർ തന്നിട്ടുണ്ടാവും, അതിന് കോഡ് ചെയ്യണം. പക്ഷേ എന്താണ് ഈ കണ്ടീഷൻ ഫോളോ ചെയ്തിട്ടാണ് കോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്താണ് നമുക്ക് ഒരു നമ്പർ തരിക, 1 2 9 ഇങ്ങനത്തെ ഒരു നമ്പർ തരിക. അപ്പോൾ 16 എന്ന് പറഞ്ഞൊരു നമ്പർ തരിക. അപ്പോൾ അതിൻ്റെ കോഡ് ഏതാണെന്ന് പറഞ്ഞാൽ BK എന്നായിരിക്കും. അതെന്തുകൊണ്ടാണ് വന്നത്, ബി ഏതാ 16 ഏതാ 1 നേരെ ബി ആണുള്ളത്. ഇപ്പോൾ 6 നേരെ ഏതാണുള്ളത് എന്ന് പറഞ്ഞാൽ 6 നേരെ കെ ആണുള്ളത്. പക്ഷേ അതാണ് അങ്ങനെ ഡയറക്റ്റായിട്ട് എഴുതിയാൽ പോരാ, കണ്ടീഷനും കൂടി ഫോളോ ചെയ്യണം. നമ്മളിപ്പം കണ്ടീഷൻ നോക്കിയില്ല, അപ്പോൾ കണ്ടീഷനും കൂടി ഫോളോ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് കണ്ടീഷൻ നോക്കുക. ആദ്യത്തെ കണ്ടീഷൻ ബോത്ത് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ആർ ഓഡ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ സെഡ് എന്ന് കോഡ് ചെയ്യണം. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഓഡ് നമ്പർ, ഇപ്പോൾ 1 5 വന്നെങ്കിൽ BF എന്നല്ല കോഡ് ചെയ്യേണ്ടത്, എന്താണ് സെഡ് എന്നാണ് കോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എന്താണ് ഫസ്റ്റ് ലാസ്റ്റ് എന്താണ് അത് ഓടാണെങ്കിൽ സെഡും. നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ്സ് ആർ ഇവൻ ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞത് എയു ആണെന്നാണ് പറഞ്ഞത്. ഓടാണെങ്കിൽ സെറ്റും ഇവൺ ആണെങ്കിൽ എന്ന് നമ്മൾ കോഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇതൊരു സൈഡിൽ എഴുതി വെക്കുക. കണ്ടീഷൻസ് എന്താണ്, ചിലപ്പോൾ 5 6 കണ്ടീഷൻസ് വരും. അപ്പോൾ അതൊക്കെ ഓർമ്മിച്ചെടുത്ത് ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ എന്താണ് നമ്മളെ എക്സാമിൽ ടെൻഷനിൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. അതുകൊണ്ട് എന്താണ് ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് എഴുതി വെക്കുക. അപ്പോൾ ഒരു സൈഡിൽ എഴുതി വെക്കുക, എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് വെക്കുക. അപ്പോൾ ആദ്യത്തെ എന്താണ്, വാട്ട് ഈസ് ദ കോഡ് ഫോർ നമ്പർ തന്നിട്ടുണ്ട് 938752 938752. എന്താണ് ആദ്യം നോക്കേണ്ടത്, എന്താണ് നമുക്ക് തന്ന നമ്പറില്ലേ മിസ്റ്റേക്ക് ഇല്ലാണ്ട് എഴുതാൻ നോക്കണം. ചിലപ്പോൾ ഈ ഏഴിന് പകരം ഞാൻ 2 എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തായി ആൻസർ തെറ്റി. അപ്പോൾ നോക്ക്, അപ്പോൾ ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ട് നോക്കുക. ഫസ്റ്റും ലാസ്റ്റും ഡിജിറ്റ് ഓഡ് നമ്പറാണോ, അല്ല ഇവിടെ ഓഡ് ഇവനാണുള്ളത്. ഇവിടെ എന്താണ് ഫസ്റ്റും ലാസ്റ്റും ഇവനാണോ, അതുമല്ല. അങ്ങനെ എങ്ങനെയാണ് കോഡ് വരിക, നോർമൽ ഈ എന്താണ് ടേബിൾ ബേസ് ചെയ്തിട്ടില്ലേ കോഡ് വരിക. അങ്ങനെ എന്താ ആൻസർ എന്താ വരിക, 9 നേരെ ഏതാണുള്ളത് ML അല്ലേ, M. ഇപ്പോൾ എന്നാൽ 3 നേരെ ഏതാണ് T ആണുള്ളത്, 8 നേരെ ഏതാണുള്ളത് V ആണുള്ളത്, 7 നേരെ ഏതാണുള്ളത് W ആണുള്ളത്, 5 നേരെ F ഉണ്ട്, 2 നേരെ ഏതാണുള്ളത് P ഉണ്ട്. അപ്പോൾ എന്തായി നമുക്ക് എല്ലാത്തിൻ്റെയും കോഡ് കിട്ടിയില്ലേ. ആകെ എന്താണ് നമ്മൾ ഈ നമ്പർ നോക്കിയിട്ടുണ്ട്, അതിൽ ഏതാണ് കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ട് നോക്കി. അപ്പോൾ 2 ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നോർമലായിട്ടുള്ള കോഡ് അങ്ങ് എഴുതി വെക്കുക, അതേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്താണ് ആദ്യത്തെ കണ്ടീഷനെ ഫോളോ ചെയ്യുന്നെങ്കിൽ ഈ എന്താണ് എമ്മിനും പിക്കും പകരം എന്ത് ചെയ്യണം, സെഡ് എന്ന് എഴുതണം. രണ്ടാമത്തെ കണ്ടീഷനെ ഫോളോ ചെയ്യുന്നെങ്കിൽ എമ്മിനും പിക്കും പകരം എ എന്ന് എഴുതണം. അതേ ആകെ മാറ്റുള്ളൂ. എന്താണ് സിമ്പിൾ അല്ലേ, എന്താണ് സിമ്പിളായിട്ട് കഴിയുന്നതാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും അധികം മെയിൻസിൽ വരാൻ ചാൻസ് ഉള്ളൂ. ഏത് RRB ക്ലർക്കിൻ്റെ ലെവൽ മെയിൻസ് ആണെങ്കിൽ ഏകദേശം ഈ ടൈപ്പൊക്കെ വരാറുള്ളൂ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെയാണ് വരാറുള്ളത്. അടുത്തൊരു നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ കോഡ് എങ്ങനെയാണ് കാണുക നോക്കുക. 372581 എന്നാണ്. അപ്പോൾ അതിൻ്റെ കോഡ് എങ്ങനെയാണ് കാണുക നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും എന്താണ് ഓടല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താക്കണം എന്ന് പറഞ്ഞേ, സെഡ് എന്ന് എഴുതണം. ഫസ്റ്റ് ലെറ്ററിൻ്റെ ലാസ്റ്റ് ലെറ്ററിൻ്റെ സെഡ് എന്ന് എഴുതണം. അല്ലാണ്ട് എന്താണ് 3 നേരെ ഏതാണുള്ളതെന്ന് പറഞ്ഞാൽ T എന്ന് എഴുതാൻ എന്തായി ആൻസർ തെറ്റി പോകും. ഇപ്പോൾ 1 നേരെയുള്ള Bയും Tക്ക് നേരെ T എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റും. 3 നേരെ T എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റും. എന്നിട്ട് ബാക്കിയുള്ള എന്താക്കുക, ബാക്കി നോർമലായിട്ട് എഴുതുക. 7 നേരെ W, 2 നേരെ എത്രയാ P, പിന്നെ ഏതാണ് 5 നേരെ F, 8 നേരെ ഏതാണ് വരിക V എന്നാണ് വരിക. അപ്പോൾ എന്തായി നമ്മൾ 2 നമ്പർ തന്നിട്ടുണ്ട്, അതിൻ്റെ 2ൻ്റെയും കോഡ് ചെയ്തിട്ടുണ്ട്. 2 ക്വസ്റ്റ്യനായിട്ട് 2 നമ്പറിൻ്റെയും കോഡ് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ തൽക്കാലം 2ഉം 4ഉം ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അത് എയും എന്നാണ് കൊടുക്കേണ്ടത്. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താണ് നമുക്കൊരു കോഡ് തന്നിട്ടുണ്ട്,
അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കോഡ് തന്നിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നത്? നമുക്ക് കോഡ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പർ ആവാനാണ് ചാൻസ് എന്നുള്ളത്. അപ്പോൾ എന്താണ് കോഡ്? ഏതാണ്? AMTVBA. നോക്ക്, ഇതിലെ ലാസ്റ്റ് ലെറ്ററും ഫസ്റ്റ് ലെറ്ററും എന്താണ്? A ആണ്. A എങ്ങനെയാണ് വരിക? നോക്ക്, ഈവൻ നമ്പർ ആണെങ്കിൽ A ആണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയോ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും ഈവൻ നമ്പർ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിത് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നോക്ക്, ഇതെന്താണ്? ആദ്യത്തെ എന്താണ്? ഓടല്ലേ? ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും ഓടല്ലേ? രണ്ടാമത് നോക്കുകയാണ്, ഫസ്റ്റ് ഇവനും സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററും എന്താണ്? ഓടുവാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവൻ ഓട്, നോക്ക് ഓട് ഇവൻ, അതുമല്ല. ഇവിടെ നോക്ക് 0 ഉണ്ട് 8 ഉണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ, 0 എന്താണ്? ഈവൻ നമ്പർ ആണെന്ന്. അങ്ങനെ ആവില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുക. അപ്പോൾ എന്തായി? ആൻസർ തെറ്റിപ്പോവും. കാരണം എന്താ? 0 എന്ന് പറഞ്ഞൊരു ഈവൻ നമ്പറാണ്. നമ്മൾ ഏതൊക്കെയാണ് ഈവൻ എന്ന് പറഞ്ഞത്? 2 0 2 4 6 8 എന്നുള്ളതൊക്കെയാണ് ഈവൻ നമ്പർ. ഓഡ് നമ്പർ പറയുകയാണെങ്കിൽ 1 3 5 7 എക്സെട്ര എന്നുള്ളതൊക്കെയാണ് എന്താണ്? ഓഡ് നമ്പേഴ്സ്. അപ്പം നമ്മൾ ഏതാണ് നോക്കുന്നത്? ഈ 0 8 എന്താണ്? ഈവൻ നമ്പേഴ്സാന്ന് പറഞ്ഞ്, ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ എന്തായി എന്ന് പറഞ്ഞ്? A ആയി എന്ന് പറഞ്ഞ്. അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ ഇതിന് നേരെ ഏത് നമ്പറാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? ഓപ്ഷൻ ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഈവൻ നമ്പർ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവിടെ 2ഉം 4ഉം വന്ന്, അല്ലെങ്കിൽ ഇവിടെ 6ഉം 8ഉം വന്ന്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? കോഡ് ഏതെന്നല്ലേ വരിക? റെഡിയല്ലേ? അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ കോഡ് എന്താണ്? നമുക്ക് ആൻസർ എന്തായാലും കിട്ടിയിട്ടുണ്ട്, ഇതാണെന്ന് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതിൻ്റെ കോഡ് എങ്ങനെ വരികയെന്നത് ഒന്ന് നോക്കി നോക്കാം. 0ഉം 8ഉം ആണ്. എത്ര? 0ഉം 8 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓപ്ഷനിൽ. ബാക്കിയുള്ളതിൻ്റെ കൂടെ എങ്ങനെ വരിക? എമ്മിന് നേരെയുള്ള ഏതാ? എമ്മിന് നേരെ ഏതാണ്? 9 അല്ലേ ഉള്ളത്. ഇനിയിപ്പോൾ ടീന് നേരെ ഏതാ ഉള്ളത്? 3 അല്ലേ ഉള്ളത്. പിന്നെ ഏതാണ്? വീന് നേരെയുള്ള ഏതാ? വീന് നേരെ 8 അല്ലേ ഉള്ളത്. ഇനി ബീന് നേരെ ഏതാ ഉള്ളത്? ബീന് നേരെ 1 ആണുള്ളത്. അപ്പോൾ എന്തായി? 0 9 3 8 1 8. റെഡി അല്ലേ? ആകെ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന? ആ ഫസ്റ്റ് ലെറ്ററിൽ ലാസ്റ്റ് ലെറ്റർ മാത്രം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഓപ്ഷൻസ് ഇല്ലെങ്കിൽ. ഇനിയിപ്പോൾ എന്താണ്? ഈ 4 തന്നിട്ടുണ്ട്. അതിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്നായിരിക്കും ആൻസർ വരിക. അപ്പോൾ റെഡി ആയോ? ഇനി എന്താണ്? ഇനി അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പോൾ ആദ്യത്തെ എന്താണ്? നമുക്ക് ഒരു കോഡും തന്നിട്ടുണ്ട്, ഒരു ടേബിളിൽ ഒരു കോഡും തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ഒരു 2 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ആ കണ്ടീഷൻ ചെയ്തിട്ട് എന്താണ്? കണ്ടീഷൻ നോക്കിയിട്ട് നമ്മൾ കോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യുക. ഈ കോഡ് തിരിച്ച് എന്താണ്? നമ്പർ ആക്കുന്നതിനാണ് ഡീകോഡ്. ഈ നമ്പർ കോഡാക്കുന്നതിന് കോഡിങ്ങും, പിന്നെന്താണ്? അതിനെ ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. തിരിച്ചാക്കുന്നതൊന്നുമില്ല. അപ്പോൾ റെഡി. എന്താണ്? അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്താണ്? 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എന്താണ്? ആദ്യം ഡയറക്ഷൻ വായിച്ച് നോക്കുക. എലമെൻറ്റ്സ് ഓഫ് ദ സീരീസ് ഗിവൺ ഇൻ ഈച്ച് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ ടു ബി കോഡഡ് ബേസ്ഡ് ഓൺ ദ based on the codes and the conditions given below എന്നാണ്. അപ്പോൾ എന്താണ്? കുറേ എലമെൻറ്റ്സ് ഉണ്ട്, അതിന് എന്താണ്? ഓരോ കോഡും തന്നിട്ടുണ്ട്. ഏതൊക്കെ എലമെൻറ്റ്സ്? നമ്പേഴ്സും ഉണ്ട്, പിന്നെന്താണ്? സിമ്പിൾസും ഉണ്ട് എന്നാണ് പറഞ്ഞത്. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇഫ് ദ തേർഡ് ആൻഡ് ഫോർത്ത് എലമെൻറ്റ്സ് ആർ മൾട്ടിപ്പിൾ ഓഫ് 2 ബോത്ത് കോഡഡ് ആസ് അറ്റ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ എങ്ങനെ എഴുതി വെക്കുക? തേർഡ് ഫോർത്ത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 2 ആണെങ്കിൽ അത് ഈസ് ഈക്വൽ ടു അറ്റ് എന്ന് എഴുതിയോ. എന്താണ്? ഇത് ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ എഴുതിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളെ ശൈലിയിൽ എഴുതാം, 3ാമത്തതും 4ാമത്തതും 2ാമത്തെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് എഴുതി വെക്കണ്ട. നമുക്കെന്താണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുക? നിങ്ങളുടെ ഐഡിയയിൽ തന്നെ ഇതാ നോക്കുക. ഞാൻ എന്താണ്? 3ാമത്തെ 4ാമത്തെ ലെറ്റർ മൾട്ടിപ്പിൾ, 2ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അറ്റ് എന്ന് കോഡ് ചെയ്യുന്നത് എഴുതി വെച്ച്. ഇനിയിപ്പോൾ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. തേർഡ് ആൻഡ് ഫിഫ്ത്ത് എലമെൻറ്റ്സ് ആർ സിമ്പിൾസ് ആണെങ്കിൽ അതെന്താണ്? എക്സ് എന്ന് നോക്കണേ. തേർഡ് ഫിഫ്ത്ത് എന്ന് പറയുന്നത് സിമ്പിൾ ആണെങ്കിൽ, സിമ്പിളിൽ ഓരോ ഹാഷ് എഴുതുക. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന്. രണ്ടും ബോത്ത് കോഡഡ് ആസ് എക്സ് എന്നാണ്. അല്ലാണ്ട് എന്താണ്? ഒന്ന് മാത്രമൊന്നുമല്ല, ബോത്ത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാ ഇവിടെയും ബോത്ത് കോഡഡ് ആസ് എന്നാണ്. അപ്പോൾ എന്താണ്? ആദ്യത്തെ 2 എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എലമെൻറ്റ്സ് ആർ ഡിവിസിബിൾ ബൈ 3 ദെൻ ദ കോഡ്സ് വിൽ ബി ഇൻ്റർചേഞ്ച്ഡ്. ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 3ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്? മൂന്നാമത്തത് ഫസ്റ്റ് ലാസ്റ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞ് കോഡ്സ് ഇൻ്റർചേഞ്ച് ചെയ്യണം. ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിന് വേറെ ഞാൻ ഇങ്ങനെ ഒരു സൈൻ ഇട്ട് വെച്ച്, അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ ഇട്ട് വെക്കുക. ഏറ്റവും സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു പ്രോബ്ലം, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നിങ്ങൾ തന്നെ എഴുതി വെക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 3 8% #
5 8 ഇതിൻ്റെ കോഡ് കാണാനാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ കണ്ടീഷൻസ് ഏതെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കണം. അപ്പോൾ നോക്ക്, മൂന്നാമത്തെ നാലാമത്തെ മൾട്ടിപ്പിൾ ഓഫ് 2 ആണോ? മൂന്നാമത്തെ ഹാഷാണ്, നാലാമത്തെ പെർസെൻറ്റേജ് ആണ്, അല്ല സോറി സിമ്പിളാണ്, എന്തായാലും അല്ല. മൂന്നാമത്തെ അഞ്ചാമത്തെ സിമ്പിളാണെന്ന് പറഞ്ഞ്. ഓക്കെ, 3 4 5 അല്ലല്ലോ. അടുത്ത ഫസ്റ്റും ലാസ്റ്റും മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാ, അതും അല്ലല്ലോ. 3ഉം 8ഉം ആണല്ലോ, മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല. അപ്പോൾ എന്തായിരിക്കും, നോർമൽ കോഡിംഗ് ആണ്, കണ്ടീഷൻസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താവും എന്ന് പറഞ്ഞ്, നോർമൽ കോഡിംഗ് ഏതാണ്? 3ക്ക് നേരെ ടി വരും, 8ന് നേരെ യു വരും, പെർസെൻറ്റേജിന് നേരെ ഏതാണ്? കെ വരും. ഇനി ഹാഷിന് നേരെ ഇവിടെ ഏത് വരും? വി വരും. 5ന് നേരെ ഡി വരും, 8ന് നേരെ ഏതാണ് വരിക? യു വരും. അപ്പോൾ എന്തായി, ആദ്യത്തെ ആൻസർ ഇതാണ്, TUKVDU എന്നാണ്. റെഡിയാണോ? ഇനിയിപ്പോൾ അടുത്ത നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിളായിട്ട് കഴിയല്ലോ. ആകെ എന്താണ് ചെയ്യുന്നത്, കണ്ടീഷൻസ് ഏതെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക. ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോഡ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 7 പെർസെൻറ്റേജ് 9 6 സ്റ്റാർ 5 അങ്ങനെയല്ലേ. അപ്പോൾ നോക്ക്, ആദ്യത്തെ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ? മൂന്നാമത്തതും നാലാമത്തതും മൾട്ടിപ്പിൾ ഓഫ് 2 എന്നാണ്. മൂന്നാമത്തെ ഏതാ? 3 4 മൾട്ടിപ്പിൾ ഓഫ് 2 ആണോ? അല്ല. ഇനിയിപ്പോൾ എന്താണ്, മൂന്നാമത്തതും അഞ്ചാമത്തതും സിമ്പിളാണ് എന്ന് നോക്ക്. 3 5 അഞ്ചാമത്തെ സിമ്പിളാണ്, പക്ഷേ മൂന്നാമത്തെ എന്താണ്, സിമ്പിൾ അല്ല എന്ന്. റെഡി. ഇനിയിപ്പോൾ ഫസ്റ്റും ലാസ്റ്റും മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാ. ഫസ്റ്റും ലാസ്റ്റും മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ? അതും അല്ല. ഇപ്പോൾ എന്താണ്, ഒരു കോഡും അല്ല സോറി ഒരു കണ്ടീഷൻസ് എന്താണ് ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നോർമലായിട്ട് കോഡ് ചെയ്യുക? പി ഉണ്ട്, ഹാഷിന് എന്താണെന്ന് പറഞ്ഞാൽ കെ, അല്ല സോറി പെർസെൻറ്റേജിന് കെ ഉണ്ട്, പിന്നെ 9 എന്താണെന്ന് പറഞ്ഞാൽ 9 ഇതാ എസ് ഉണ്ട്, 6ന് എന്താണ് എഫ് ഉണ്ട്, സ്റ്റാറിന് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാറിന് ബി ഉണ്ട്, 5ന് ഡി ഉണ്ട്. അപ്പോൾ എന്താണ്, കഴിഞ്ഞ രണ്ടെണ്ണത്തിൽ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അടുത്തത് ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യില്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, എല്ലാം എടുത്ത് വെരിഫൈ ചെയ്യുക, ഏതെങ്കിലും കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് വെരിഫൈ ചെയ്യുക. എന്നിട്ട് മാത്രം എന്താണ് ആൻസറിലേക്ക് കടക്കുക. അപ്പോൾ എന്താണ്, ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്, അടുത്ത മൂന്നാമത്തതാണ്. എങ്ങനെയാണ്, 9 പെർസെൻറ്റേജ് 8 ഡോളർ സ്റ്റാർ 6. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എന്താണ് ഒരു വേർഡ് എന്നുള്ളത്. അതെങ്ങനെയാണ് സോറി എലമെൻറ്റ് വേർഡ് എന്നൊക്കെ പറയാം. അതെങ്ങനെയാണ് കോഡ് ചെയ്യുക എന്നുള്ളത് നോക്ക്. മൂന്നാമത്തെ നാലാമത്തെ മൾട്ടിപ്പിൾ ഓഫ് 2 ആണോ? 3 4 മൾട്ടിപ്പിൾ ഓഫ് 2 ആണോ? അല്ല. ഇനിയിപ്പോൾ 3 5 സിമ്പിളാണോ? 3 5 സിമ്പിളാണോ? അല്ല. ഇനിയിപ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് എന്താണ്, മൾട്ടിപ്പിൾ ഓഫ് 3 ആണോ? അതെ. എന്തുകൊണ്ടാണ്? 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, 6 എന്ന് പറഞ്ഞാൽ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻ്റർചേഞ്ച് ചെയ്യണമെന്ന്. എന്ത് 6 9 ഇൻ്റർചേഞ്ച് ചെയ്ത് അവിടെ ഇത് പറ്റുമോ? അല്ല, കോഡുകൾ ഇൻ്റർചേഞ്ച് ചെയ്യണം. ഇപ്പോൾ 6ൻ്റെ കോഡ് എത്രയാണെന്ന് പറഞ്ഞാൽ എഫ്, അതെവിടെയാണോ എഴുതണ്ടേ? ഇവിടെയാണോ എഴുതണ്ടേ? 6ൻ്റെ കോഡ് 9നും കൊടുക്കണം, 9ൻ്റെ കോഡ് എസ് അത് ഇവിടെയും കൊടുക്കണം എന്ന് പറഞ്ഞ് എന്താണ് ചെയ്തത്? ലാസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെങ്കിൽ അതിൻ്റെ കോഡുകൾ ഇൻ്റർചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞത്. 6ൻ്റെ കോഡ് എഫും 9ൻ്റെ കോഡ് എസ് എന്ന് നമ്മൾ ഇൻ്റർചേഞ്ച് എഴുതിയിട്ടുണ്ട്. ഇനിയാണെങ്കിൽ പെർസെൻറ്റേജിൻ്റെ കോഡ് എങ്ങനെയാണ്? കെ ആണ്. 8ൻ്റെ കോഡ് എങ്ങനെയാണ്? ബാക്കിയൊക്കെ എന്താണ് അതേപോലെ എഴുതി വെക്കുക. 8ൻ്റെ കോഡ് എന്താണ്? യു ആണ്. ഡോളറിൻ്റെ കോഡ് എങ്ങനെയാണ്? അത് ക്യൂ ആണ്. ഇനി സ്റ്റാറിൻ്റെ കോഡ് എങ്ങനെയാണ്? അത് ബി ആണ്. റെഡി. അപ്പോൾ എന്തായി, FKUQBS എന്നുള്ളത് നമ്മൾ അതും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായി, ആദ്യത്തതിൻ്റെയും രണ്ടാമത്തതിൻ്റെയും മൂന്നാമത്തതിൻ്റെയും എന്താണ് നമ്മൾ കോഡ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കോഡിങ് ഡീകോഡിങ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ ആകെ എന്താ നോക്കിയത്? ഏതൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റുക. ഇനിയിപ്പോൾ കണ്ടീഷൻസ് ഒന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തന്നൊരു ടേബിൾ അനുസരിച്ച് ചെയ്യുക. ചിലപ്പോൾ എന്താണ് ഈ കണ്ടീഷൻ കോഡിംഗ് എന്നുള്ള ഈ ടോപ്പിക്കിൽ ചിലപ്പോൾ ഈ ടേബിൾ തന്നിട്ട് ആവണമെന്നില്ല, അത് ഏത് ടൈപ്പ് വേണമെങ്കിലും ചോദിക്കാം. പല ടൈപ്പിലും കണ്ടീഷൻ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് മെയിൻസ് ലെവലിലാണ് അധികം കാണാറുള്ളത്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. എന്ന് വെച്ചാൽ അടുത്ത ക്ലാസ് എന്നല്ല, മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഓണാക്കി വെക്കുക. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താണ്, എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എന്താണ് ഒന്നുകൂടി നോക്കി എന്തെങ്കിലും കൺഫ്യൂഷൻ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക, പ്രാക്ടീസ് ചെയ്യുക.